ഹലോ എവ്രിബഡി, വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി. ജി ഡി കോൺസ്റ്റബിളിൻ്റെ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 31 ജാനുവരി 2023 നടന്ന ഷിഫ്റ്റ് 4 GK ക്വസ്റ്റ്യൻസ് ആണ്. 20 ചോദ്യങ്ങളുണ്ട്. നമുക്ക് 10 മിനിറ്റിനുള്ളിൽ നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിയൻ ടെറിട്ടറീസ് ഡസ് നോട്ട് ഹാവ് എ ലെഫ്റ്റനന്റ് ഗവർണർ? ഓപ്ഷൻസ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ന്യൂഡൽഹി, ദമൻ ആൻഡ് ദിയു, പുതുച്ചേരി. ഏതാണ് ആൻസർ വരുന്നത്? ലെഫ്റ്റനന്റ് ഗവർണർ ഇല്ലാത്ത ടെറിട്ടറി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാദ്ര നഗർ ഹവേലി, അതേപോലെ തന്നെ ദമൻ ആൻഡ് ദിയു, രണ്ടും കൂടിയും ഒരുമിച്ചാക്കിയിട്ടുണ്ട് യൂണിയൻ ടെറിട്ടറി. സോ ഈ യൂണിയൻ ടെറിട്ടറിക്ക് ലെഫ്റ്റനന്റ് ഗവർണർ അല്ല, പകരം അതിന് നമ്മൾ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റർ എന്നാണ്. എക്സിക്യൂട്ടീവ് ഹെഡിനെ നമ്മൾ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റർ എന്നാണ്. അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഇത് ദമൻ ആൻഡ് ദിയു മാത്രമല്ല, ചണ്ഡീഗഡിലും ഇങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ ലക്ഷദ്വീപിലും അതേപോലെ ലക്ഷദ്വീപിലും അഡ്മിനിസ്ട്രേറ്ററാണ് വരുന്നത്. ബാക്കി എല്ലാ സ്ഥലങ്ങളും ആൻഡമാൻ, നിക്കോബാർ, ന്യൂഡൽഹി, പുതുച്ചേരിയിലെല്ലാം തന്നെ ലെഫ്റ്റനന്റ് ഗവർണറാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം വാസ് ലോഞ്ച്ഡ് ബൈ ഡാഷ് ഓൺ 19th April 2021. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളൊരു വർഷം ചോദിക്കാം. 2021 ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആരാണ് ലോഞ്ച് ചെയ്തതെന്നുള്ളതാണ്, ഏത് മിനിസ്റ്ററാണെന്നുള്ളത്. ഓപ്ഷൻസ് പീയൂഷ് ഗോയൽ, നരേന്ദ്രമോദി, സ്മൃതി ഇറാനി, അമിത്ഷാ. നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? പീയൂഷ് ഗോയലാണ് നമ്മുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ്, സിറ്റുവേഷൻ ഇൻ വിച്ച് ദ ഗവൺമെൻറ് മേ സ്പെൻഡ് എൻ amount ഈക്വൽ ടു ദ റവന്യൂ ഇറ്റ് കളക്ട്സ് ഈസ്. എന്താണ് പറയുന്നത്? ക്യാപിറ്റൽ ബജറ്റ്, സർപ്ലസ് ബജറ്റ്, ഡെഫിസിറ്റ് ബജറ്റ്, ബാലൻസ്ഡ് ബജറ്റ്. അതായത് ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നത് എത്രയാണോ വന്നത് അത്ര തന്നെ സ്പെൻഡ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ബജറ്റ് എന്നാണ് പറയുന്നത്? ഇപ്പോൾ ഈക്വൽ എമൗണ്ട് ആണ് സ്പെൻഡ് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് അതിനെ നമ്മൾ എന്താ പറയുന്നത്? ബാലൻസ്ഡ് ബജറ്റ് എന്ന് പറയും. അടുത്തത്, ഹൗ മെനി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ പ്രൊവൈഡഡ് ബൈ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഓപ്ഷൻസ് 5, 7, 6, 8. നമുക്കറിയാം എത്ര ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് നമുക്കുള്ളത്. 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് നമുക്കുള്ളത്. അടുത്തത്, നെയിം ദ മൂവ്മെന്റ് ദാറ്റ് സ്റ്റാർട്ടഡ് അറ്റ് നക്സൽബാരി ഇൻ ഡാർജിലിംഗ് ഡിസ്ട്രിക്ട് ഇൻ വെസ്റ്റ് ബംഗാൾ ഇൻ 1967. ക്വസ്റ്റിന് തന്നെ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നക്സൽബാരി ഡിസ്ട്രിക്റ്റ് തുടങ്ങിയ നക്സൽബാരി എന്ന് പറയുന്ന പ്രദേശം ഡാർജിലിംഗ് ഡിസ്ട്രിക്റ്റ് തുടങ്ങിയ. ഡാർജിലിംഗ് എവിടെയാണ് വരുന്നത്? വെസ്റ്റ് ബംഗാൾ. എപ്പോഴാണ് തുടങ്ങിയത്? 1967. ആ മൂവ്മെൻറ്റിൻ്റെ പേരെന്താണ്? നക്സൽബാരിയിൽ തുടങ്ങിയതാണെങ്കിൽ മൂവ്മെൻറ്റിൻ്റെ പേരെന്താണ്? നക്സലൈറ്റ് മൂവ്മെൻറ്റ് തന്നെയാണ്. സോ ആൻസർ ഇസ് നക്സലൈറ്റ് മൂവ്മെൻറ്റ്. ഭൂതാനോ, ക്വിറ്റ് ഇന്ത്യയോ, ചിപ്കോ മൂവ്മെൻറ്റ് ഒന്നുമല്ല, നക്സലൈറ്റ് മൂവ്മെൻറ്റ് ആണ്. അടുത്തത്, 6th one, the main focus of the first 5-year plan was to develop the dash sector like agriculture. So first 5-year പ്ലാനിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? അഗ്രികൾച്ചർ ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം അഗ്രികൾച്ചർ ഏത് സെക്ടറിൽ പെടുന്നതാണ്? മൾട്ടി, ടേർഷറി, പ്രൈമറി, സെക്കൻഡറി. അപ്പം ഏതിലാണ് പെടുന്നത്? അഗ്രികൾച്ചർ എന്ന് പറയുന്നത് പ്രൈമറി സെക്ടറിൽ പെടുന്നതാണ്. പ്രൈമറി സെക്ടറിലാണ് പെടുന്നത്. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് പ്രൈമറിയാണ്. അടുത്തത്, ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ഇന്ത്യാസ് ഹൈ കമ്മീഷണർ ടു കാനഡ ഇൻ സെപ്റ്റംബർ 2022? ഓപ്ഷൻസ് പ്രഭാത് പ്രകാശ് ശുക്ല, സഞ്ജയ് കുമാർ വർമ്മ, പ്രണയ് കുമാർ വർമ്മ, ഗോപാൽ ബാഗ്ലെ. അപ്പം ഇവിടെ ഇപ്പോഴും ഹൈ കമ്മീഷണർ ടു കാനഡ എന്ന് പറയുന്നത് സഞ്ജയ് കുമാർ വർമ്മയാണ്. നമ്മുടെ ആൻസർ ഇപ്പോഴും റെലവൻ്റ് ആണ്. സഞ്ജയ് കുമാർ വർമ്മയാണ് ഹൈ കമ്മീഷണർ ടു കാനഡ. അടുത്തത്, ദ സെൻട്രൽ തീം ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ആർ ദ ലവ് സ്റ്റോറീസ് ഓഫ് കൃഷ്ണ ആൻഡ് രാധ? കൃഷ്ണ ആൻഡ് രാധയുടെ ലവ് സ്റ്റോറീസ് കാണിക്കുന്ന ക്ലാസിക്കൽ ഡാൻസ് ഏതാണെന്നാണ് ഓപ്ഷൻസ്. ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസിലും ക്ലാസിക്കൽ ഡാൻസ് തന്നെയാണ് എല്ലാം ഉള്ളത്. മണിപ്പൂരി, ഒഡീസി, സാത്രിയ, കുച്ചിപ്പുടി. അപ്പോൾ ഇതിൽ മണിപ്പൂരി ഡാൻസാണ് കൃഷ്ണ ആൻഡ് രാധയുടെ ലവ് സ്റ്റോറീസ് പറയുന്നത്. അടുത്തത്, വാട്ട് വാസ് ദ ബർത്ത് റേറ്റ് ഓഫ് ഇന്ത്യ ഇൻ 2017? 2017 ബർത്ത് റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 16.6, 26.4, 24.8, 20.2. ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. 20.2 എന്ന് പറയുന്നതാണ് നമ്മുടെ CBR ക്രൂഡ് ബർത്ത് റേറ്റ് 2017 ഉണ്ടായിരുന്നത്. അടുത്തത്, ഹൽദ ഫെസ്റ്റിവൽ ഈസ് പ്രൈമർലി സെലിബ്രേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ? സോ ഫെസ്റ്റിവൽസ് ശ്രദ്ധിക്കുക. ഹൽദ ഫെസ്റ്റിവൽ. ഓപ്ഷൻസ് ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്. നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശിലെ ന്യൂ ഇയർ ആഘോഷമാണ് ജനുവരി, ഫെബ്രുവരി ആ ഒരു സമയത്ത് ലഹൗൾ ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു ഫെസ്റ്റിവൽ കൊണ്ടാടുന്നത്. ഹൽദ ഫെസ്റ്റിവൽ, ദാറ്റ് ഈസ് ഇൻ ഹിമാചൽ പ്രദേശ്. അടുത്തത്, ജോഗ്രഫിക്കലി വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? ത്രിപുര, ഗോവ, മിസോറാം, സിക്കിം. നമുക്കറിയാം ജോഗ്രഫിക്കലി സ്മോളസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗോവയാണ്. അടുത്തത്, ഡ്യൂറിങ് വിച്ച് സീസൺ ഡു നോർത്ത് ഈസ്റ്റ് വിൻസ് ഡോമിനേറ്റ് ഇന്ത്യ? നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ഇന്ത്യയെ ഡോമിനേറ്റ് ചെയ്യുന്നത് നവംബർ കാലഘട്ടത്തിലാണ്. ഓപ്ഷൻസ് വിൻ്റർ, മൺസൂൺ, സമ്മർ, ഓട്ടം. നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ഡോമിനേറ്റ് ചെയ്യുന്നത് വിൻ്റർ ടൈമിലാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്.
അടുത്തത്, വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ആണ്, വോൾട്ട്. നെക്സ്റ്റ് വൺ, ഇൻ വിച്ച് ഇയർ വാസ് എ ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീം TOPS എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ്? സോ TOPS എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് മിനിസ്ട്രി ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ്. ഇത് പഠിച്ചിട്ട് പോവുക. ഏത് വർഷം എന്നാണ് ചോദിച്ചിരിക്കുന്നത്? 2012, 18, 16, 14. നമ്മുടെ ആൻസർ വരുന്നത് 14 സെപ്റ്റംബർ 2014 ഈ ഒരു TOPS സ്കീം എസ്റ്റാബ്ലിഷ് ചെയ്തത്. അടുത്തത്, നെയിം ദ ഡിസോർഡർ ടൈഡ് ടു ബോഡി ഇമേജ് ഡിസ്റ്റോർഷൻ ഇൻ അഡോളസെൻസ്? ഓപ്ഷൻസ്: അൾഷൈമേഴ്സ് ഡിസീസ്, ഷിസോഫ്രീനിയ, അൻറെക്സിയ നെർവോസ ആൻഡ് ഡിപ്രഷൻ. അപ്പം ഇതിൽ ശ്രദ്ധിക്കുക, നമ്മുടെ ബോഡി ഇമേജ്, ബോഡിയെക്കുറിച്ച് അല്ലെങ്കിൽ ബോഡിയുടെ ഇമേജ് എങ്ങനെയാണെന്ന് കുറിച്ച് അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ബോദർ ചെയ്യുക, അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുക, അതൊക്കെയാണെങ്കിൽ ജനറലി ആ ഒരു ഡിസോർഡർ നമ്മൾ പറയുന്നത് അനറെക്സിയ നെർവോസ എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് ബേസിക്കലി വാച്ചിങ് വാട്ട് യു ഈറ്റ്. എന്താണ് നമ്മൾ കഴിക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വറി ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ വെയ്റ്റിനെ കുറിച്ച് വറി ചെയ്യുക. ഇതൊക്കെയാണ് അനറെക്സിയ നെർവോസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, ഹൂ എമംഗ് ദ ഫോളോയിങ് മൗര്യൻ എംപറേഴ്സ് വാസ് നോൺ ബൈ ദ നെയിം പ്രിയദാസി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് മൗര്യൻ എംപററാണ്? ദശരഥ, ബൃഹദ്രഥ, അശോക, ബിന്ദുസാര. അപ്പോൾ പ്രിയദാസി അല്ലെങ്കിൽ പ്രിയദർശി എന്നൊക്കെ അറിയപ്പെടുന്നത് അശോകയാണ്, മൗര്യൻ എംപററായ അശോകനാണ്. അടുത്തത്, സുദീപ് റോയ് ബർമൻ ബിക്കേം മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫ്രം ഡാഷ് കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ ജൂൺ 2022. സുദീപ് റോയ് ബർമൻ എന്ന് പറയുന്നത് ത്രിപുര മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്, ത്രിപുര MLA ആണ്. അദ്ദേഹം എവിടെ നിന്നാണ്, ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നാണ് ഇലക്ട് ചെയ്യപ്പെട്ടതെന്നുള്ളതാണ്. ഹാജിപൂർ, ബിലാസ്പൂർ, അഗർത്തല, മൈസൂർ. അപ്പോൾ ത്രിപുര ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം അഗർത്തലയാണ് ആൻസർ വരുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സമ്മർ ക്രോപ്പിംഗ് സീസൺ ഇൻ ഇന്ത്യ? സമ്മർ ക്രോപ്പിംഗ് സീസൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ഖാരിഫ്, സെയ്ദ്, റാബി, മൺസൂൺ. നമ്മുടെ ആൻസർ വരുന്നത് സെയ്ദ് ആണ്, സമ്മർ ക്രോപ്പിംഗ് സീസൺ എന്ന് പറയുന്നത്. അടുത്തത്, യാമിനി കൃഷ്ണമൂർത്തി ഹാസ് വൺ വേരിയസ് അക്ലൈറ്റ്സ് ഇൻ വിച്ച് ഫോം ഓഫ് ഡാൻസ്? യാമിനി കൃഷ്ണമൂർത്തി ഏത് ഡാൻസ് ഫോമുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? കുച്ചിപ്പുടി ആൻഡ് മോഹിനിയാട്ടം, കുച്ചിപ്പുടി ആൻഡ് ഭരതനാട്യം, ഭരതനാട്യം ആൻഡ് മോഹിനിയാട്ടം, കഥക് ആൻഡ് കുച്ചിപ്പുടി. നമ്മുടെ ആൻസർ വരുന്നത് കുച്ചിപ്പുടി ആൻഡ് ഭരതനാട്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് യാമിനി കൃഷ്ണമൂർത്തി. നെക്സ്റ്റ്, ഹു എമംഗ് ദ ഫോളോയിങ് പ്ലേയേഴ്സ് റിസീവ്ഡ് ദി അർജുന അവാർഡ് ഫോർ ദ ഇയർ 2001? സോ അർജുന അവാർഡ് ഫോർ ദ ഇയർ 2001 ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: മൻമോഹൻ സിംഗ് ലോധി, പ്രശാന്തി സിംഗ്, സർബ്ജിത് സിംഗ്, പർമിന്ദർ സിംഗ്. നമ്മുടെ ആൻസർ വരുന്നത് പർമിന്ദർ സിംഗ് ആണ്. ഇദ്ദേഹം 2001 ബാസ്കറ്റ്ബോൾ ഈ വിഭാഗത്തിലാണ് അർജുന അവാർഡ് നേടിയിട്ടിരിക്കുന്നത്. ഇത്രയുമാണ് നമ്മുടെ ചോദ്യങ്ങൾ. 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അടുത്ത ദിവസം കാണാം. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്